Assalamualaikum. Welcome to my channel Pizza Cooking Recipes. നമുക്കിന്നിവിടെ ഇന്ത്യൻ ഡെസേർട്ടായ റോയൽ ഫലൂദ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫലൂദ ഉണ്ടാക്കുവാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് പഴുത്ത മാംഗോ കട്ട് പീസാക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം 1 കപ്പ് അനാർ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ബനാന കട്ട് പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പ്ലം കട്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ആപ്പിൾ കട്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മുന്തിരി, കുറച്ച് കാഷ്യൂ നട്ട്സ്, കുറച്ച് ബദാം. 1/2 കപ്പ് ബേസിൽ സീഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ കളർ സിറപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് റെഡ് കളർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിത് ഷുഗർ സിറപ്പിൽ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തതാണ്. തേൻ എടുത്തിട്ടുണ്ട്, അത് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. റോസ് മിൽക്ക് എടുത്തിട്ടുണ്ട് 1 ഗ്ലാസ്. 1/4 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് വറുത്തത്. ഇനി സാധാരണ രീതിയിൽ സേമിയ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടി വലിയ ഗ്ലാസ്സിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. സേമിയ ഉണ്ടാക്കാൻ വേണ്ടി 3/4 ഗ്ലാസ് ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിലൊക്കെ ഓരോ കപ്പ് ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചതിലും ഓരോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പേ ഞാൻ പഞ്ചസാര ചേർത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സാണിത്. ഓരോ കപ്പിൽ വേറെ വേറെ ഓരോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ആദ്യം ഞാൻ 1 ഗ്ലാസ് പാലിലേക്ക് വയ്ക്കുന്നുണ്ട്. പാല് കുറച്ച് തിളച്ച് വരട്ടെ. ഇവിടെ പാല് തിളച്ച് വന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കുക. നോക്കിയിട്ട് വെച്ച് കൊടുക്കുക, എത്ര വേണം നോക്കി. സേമിയ ചേർത്ത് കൊടുക്കുക. സേമിയ ഇവിടെ വലുത്തി വന്നിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂട് വഴറ്റി കൊടുക്കുക. ഏകദേശം ഫുള്ള് തീർന്നിട്ടുണ്ട് ഷുഗർ സിറപ്പ്. ആവശ്യമനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ 1 ഗ്ലാസ് എടുത്തിട്ട് ശേഷം ഞാൻ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ശേഷം സേമിയ, കുറച്ച് ഗ്രീൻ കളർ ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് ആക്കിയാൽ മതി കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ലെയർ ചെയ്തെടുക്കാം. കുറച്ച് പ്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുന്നിലായിട്ട് ഇത് മിക്സ്ഡ് ഐസ്ക്രീമും. ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് 1 സ്പൂൺ. കുറച്ച് കസ്കസ്, കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് റോസ് മിൽക്ക് വെച്ചെടുക്കാം. കുറച്ച് മാംഗോ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അനാർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീം വെച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്.
നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. ഇത് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഫലൂദയാണ്. ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടണിലെ ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.